മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ജനജീവിതത്തെയും പിള്ളമാരും മാടമ്പിമാരും ഒക്കെയായിരുന്നു അവരൊരു പ്രബല ശക്തിയായിരുന്നു. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരൊക്കെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക ഇങ്ങനെ 4 തിരിച്ചിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് മല്ലൻ ശങ്കരനാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൾ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ ഒരു തഹസിൽദാർ പോലത്തെ ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ ഇതെല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കുവാനുള്ള പ്രമേയം പാസാക്കി. കെ. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരളം സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം നടന്നത്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ഒരു രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഇതിൽ കേരളത്തിന് ഒരു പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യകേരള സമ്മേളനം നടന്നു. കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ട് സംസാരിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായിട്ട് ഐൻ അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മിർ ബക്ഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുഹൂർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്യുന്നത്. ഈ 3 പ്രസ്താവനകളുമാണ് മുഗൾ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ട് ശരി. ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായിട്ട് ഐൻ അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. നികുതിയുടെ തത്വങ്ങൾ വിശദീകരിച്ചത് ഐൻ അക്ബറി. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി, വക്കീൽ, ധനമന്ത്രി, വസീർ, കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതല മിർ ബക്ഷി, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും സദർ ഉസ് സുഹൂർ. പ്രധാനമന്ത്രി, വക്കീൽ, ധനമന്ത്രി, വസീർ, കരസേനാ ഭരണത്തിൻ്റെ ചുമതല മിർ ബക്ഷി, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും സദർ ഉസ് സുഹൂർ. മതപരവും ജുഡീഷ്യറിയിലും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നത്. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പരിവ്രാജക കാലത്ത്, അതായത് അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജം അനുയായികൾ
അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം, തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് വിവേകാനന്ദൻ വേട്ടയാടിയ ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പുരാതനമായ ആദർശങ്ങളും സ്ഥാപനങ്ങളും പുനരുജ്ജീവിപ്പിക്കുകയും പുനരവലോകനം ചെയ്യുകയും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആനി ബസന്റ് വിശ്വസിച്ചിരുന്നത്. പ്രാർത്ഥനാ സമാജമാണെങ്കിൽ അവർ കൂടുതൽ മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതിയൊക്കെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അതുപോലെ രാംമോഹൻ റോയ് പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ വന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ട് ആയിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. പുതിയ തത്വചിന്തയുടെ ആവശ്യകതയിൽ അദ്ദേഹം ശക്തമായി വിശ്വസിച്ചിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ, അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് വന്ന ആധുനികതയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വാംശീകരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. സമകാലിക രാഷ്ട്ര സ്വാധീനം. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കുന്ന ഭരണ സംവിധാനമാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലീജ ഇംപെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനികളുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് സ്വതന്ത്രമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. അപ്പോൾ ആദ്യം നമ്മൾ ആക്ടുകളുടെ വർഷം പഠിക്കേണ്ടതുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് വന്നത് 1774. റെഗുലേറ്റിംഗ് ആക്ട് 1774. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ഇന്ത്യയിൽ ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ്. റെഗുലേറ്റിംഗ് ആക്ട് 1774 4 വഴിയാണ് ആദ്യമായിട്ടൊരു സുപ്രീം കോടതി സ്ഥാപിതമായത്. അതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് എലീജ ഇംബെയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊതുവായ ഭരണത്തിൽ മാറ്റം കൊണ്ടുവന്നത്. അതായത് ലണ്ടനിൽ തന്നെ അതിന് മാറ്റം കൊണ്ടുവന്ന ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇനി ചാർട്ടർ ആക്ട് 1813. ഇവിടെ കമ്പനിയുടെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിലും തേയില വ്യാപാരത്തിലും ആ കുത്തക തുടർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ: പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ: ബംഗാൾ വിഭജനം, വിഭജിച്ച് ഭരിക്കുന്ന നയം, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിവാദവും, യുദ്ധത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ: ബംഗാൾ വിഭജനം, വിഭജിച്ച് ഭരിക്കുക എന്ന നയം, പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ബ്രിട്ടീഷ് നയം, ഇൽബർട്ട് വിവാദം, യുദ്ധത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. സൂചകങ്ങളിൽ നിന്ന് അന്തരീക്ഷപാളിയെ തിരിച്ചറിയാനാണ് ചോദ്യം. ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അതുകഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ
ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതുകൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചാലകം അല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൻ്റെ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. സ്ട്രാറ്റോസ്ഫിയർ ആണ് അന്തരീക്ഷ മണ്ഡലം. ആദ്യത്തെ 20 കിലോമീറ്ററിൽ ഒരേ താപനിലയാണ്. പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ആഗിരണം നടക്കുന്നത് കൊണ്ട് ചൂട് കൂടുന്നു. സാധാരണ കേസിൽ മുകളിലോട്ട് പോകുന്തോറും താപനില കുറയുകയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ മുകളിലോട്ട് പോകുമ്പോൾ 50 കിലോമീറ്റർ വരെ 20 to 50 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് താപനില കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം ഓസോൺ ലെയർ ഉള്ള അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇവിടെ ചാലകം നടക്കുന്നില്ല. അതായത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ചാലകമില്ലാത്ത മേഖലയാണിത്. ഇവിടെ വായുവിൻ്റെ ഓക്സിജന്റെ അളവ് കുറവാണ്. വായുവിൽ ഓക്സിജന്റെ അളവ് കുറവുള്ള മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങളും ഇവിടെ കാണുന്നില്ല. റിവർ ഡെൽറ്റകളെ അതായത് നദീമുഖം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ശുദ്ധജലം ഉപ്പുവെള്ളവും കലർന്ന ഒരു നദിയുടെ വേലിയേറ്റ മുഖമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. 1, 3, 4 എന്നിവ ശരിയാണ്. അതായത് നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ഒരു എക്കൽ പ്രദേശമാണ്. ഇവിടെ ഒരു ഫാനിൻ്റെ ആകൃതിയാണ്. നദീമുഖത്തുള്ള ഫാനിൻ്റെ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. അതായത് ആഴം കുറഞ്ഞ കടലാണ് വേണ്ടത്. ആഴമുള്ള കടലിൽ ഒരിക്കലും ഡെൽറ്റ ഉണ്ടാവില്ല. ആഴം കുറഞ്ഞ കടലാണ് ഡെൽറ്റയുടെ രൂപീകരണത്തിന് സഹായിക്കുക. അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, അതായത് ആഴം കുറഞ്ഞ കടലായിരിക്കണം, പാറക്കഷ്ണങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തീരം കുറച്ചും കൂടി ശാന്തമായിരിക്കണം. അപ്പോഴേ അത് അവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വരുന്ന എല്ലാ പാറക്കഷ്ണങ്ങളും അതേ വഴി കടലിലേക്ക് തിരിച്ചു പോകും. ആഴം കുറവായിരിക്കണം, അതുപോലെ തന്നെ ശാന്തമായ തീരമായിരിക്കണം, പാറക്കഷ്ണങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള സമയത്താണ് ഡെൽറ്റ രൂപീകരിക്കുന്നത്. അതുപോലെ ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റ രൂപം കൊള്ളുക. താഴ്ന്ന വേലിയേറ്റമല്ല, ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റ രൂപീകരിക്കുക. സോ ഉയർന്ന വേലിയേറ്റം വേണം, ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങൾ വേണം, ശാന്തമായ തീരം വേണം. ഈ 4 ക്രൈറ്റീരിയയും ഉണ്ടെങ്കിൽ അവിടെ ഡെൽറ്റ രൂപീകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ എക്കൽ നിക്ഷേപമാണ്, ഫാനിൻ്റെ ആകൃതിയാണ് ഉണ്ടാവുക. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സൽമർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാ കനാൽ ഈ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. സോ പൊക്രാൻ എന്ന പ്രദേശമുണ്ട്, അൽവാർ എന്ന ജില്ലയുണ്ട്, സരിസ്ക ടൈഗർ റിസർവ്, സത്ലജ് നദിയുടെ ജലം വരുന്ന ഒരു സംസ്ഥാനമാണ്, ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് അൽവാർ എന്ന ജില്ല, അവിടെയാണ് സരിസ്ക ടൈഗർ റിസർവ്. സരിസ്ക ടൈഗർ റിസർവ് അൽവാർ എന്ന ജില്ലയിലാണ്, രാജസ്ഥാനിലാണ്. പൊക്രാൻ എന്ന സ്ഥലവും രാജസ്ഥാനിലാണ്. പൊക്രാൻ എന്ന സ്ഥലം ഉൾപ്പെട്ടിരിക്കുന്നത് ജയ്സൽമർ ജില്ലയിലാണ്. പൊക്രാൻ എന്ന സ്ഥലം ഉൾപ്പെട്ടിരിക്കുന്നത് ജയ്സൽമർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാ കനാൽ. ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സോ പൊക്രാൻ എന്ന സ്ഥലം ജയ്സൽമർ എന്ന ജില്ലയിലാണ്. അൽവാർ എന്ന ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ്. ഇന്ദിരാ കനാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം രാജസ്ഥാനിലാണ്. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. ഇതിനെ വസന്ത വിഷുബം എന്ന് പറയുന്നു. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. ഇവിടെ വസന്തകാല സംബന്ധിയായ
വിഷുവം എന്ന് പറയുന്നു. മാർച്ച് 21 വിഷുവമാണ്, വസന്തകാലമാണ്. സെപ്റ്റംബർ 23 വടക്കൻ കേരളത്തിൽ ശരത്കാലമാണ്. സെപ്റ്റംബർ 23 വടക്കൻ കേരളത്തിൽ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്നാണ് പറയുന്നത്. മാർച്ച് 21 വസന്തകാലം, വസന്ത വിഷുവം. സെപ്റ്റംബർ 23 ശരത്കാലം, ശരത്കാല വിഷുവം. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതുമാകുന്നു. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾക്ക് ദൈർഘ്യവും ഉണ്ടാവും, ചൂടും ഉണ്ടാവും. ജൂൺ 21 ദൈർഘ്യമേറിയ ദിവസവുമാണ്, നല്ല ചൂടുള്ള ദിവസവുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഒബ്വിയസ്ലി ചൂടുള്ള സമയമാണ്. ജൂൺ 21 വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. ജൂൺ 21 വേനൽക്കാല അറുതി. ദൈർഘ്യമേറിയ പകലും ഉണ്ട്, ചൂടും ഉണ്ട്. വേനൽക്കാലം ആണ് ജൂൺ 21. സൂര്യൻ ഉത്തരധ്രുവത്തിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ജൂൺ 21. സൂചകങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ നിന്നും ഏത് നദീവ്യവസ്ഥയാണെന്ന് കണ്ടെത്താനാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിൽ സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പോഷക നദിയാണ് ഭീമ, തുംഗഭദ്ര. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദീ വ്യവസ്ഥയെക്കുറിച്ചാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണയുടെ ദൈർഘ്യം. കൃഷ്ണയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഉപദ്വീപീയ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. കൃഷ്ണയ്ക്ക് തമിഴ്നാടില്ല, ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി? കൃഷിയെയും അനുബന്ധ മേഖലയെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചു. ഇന്ത്യയുടെ പേയ്മെന്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടർന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDPയിൽ വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് കാലത്ത് കൃഷിയിലും അനുബന്ധ മേഖലയിലും കുറഞ്ഞ തോതിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. മിക്കവരും വീട്ടിലിരുന്ന് കുറച്ചും കൂടി കൃഷിയിലേക്ക് വന്ന ഒരു സമയം കൂടിയായിരുന്നു. പേയ്മെന്റ് ബാലൻസ് മിച്ചമായിട്ട് തന്നെ തുടർന്നു. പണ്ടും മിച്ചമായിരുന്നു, ഈ ഒരു കാലയളവിലും മിച്ചമായി തുടർന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ GDPയിൽ വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റിവേഴ്സ് റിപ്പോ നിരക്ക്. ഫെസിലിറ്റികൾക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇപ്പോൾ ഇത് ഒറ്റ രാത്രികൾ കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം നേച്ചറിലുള്ളതാണ്. റിസർവ് ബാങ്ക് ഇത് ദ്രവ്യത ആഗിരണം ചെയ്യാൻ, അതായത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഫെസിലിറ്റികൾക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററിനെതിരെ, ഇതിനൊരു കൊളാറ്ററൽ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതല്ല, ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ആഗിരണം ചെയ്യുന്ന, അതായത് റിസർവ് ബാങ്കിലേക്കല്ല, റിസർവ് ബാങ്ക് ആണ് പർച്ചേസ് ചെയ്യുന്നത്. സോ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്കിനെയാണ് പറയുന്നത്. 2022-23 യൂണിയൻ ബജറ്റിൽ ഏറ്റവും വലിയ വരുമാനം ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? കടം വാങ്ങലും മറ്റ് ബാധ്യതകളും. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? കേന്ദ്രതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ സഹകരണ ഫെഡറലിസം വളർത്തുക, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാമും ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക, അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക. സഹകരണ ഫെഡറലിസം വളർത്തുക, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാമും ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുക, അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കുക.
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യത പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മിത വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിൽ പിഴവ് അല്ലെങ്കിൽ വൈകല്യം, പാലിക്കേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം, ഉൽപ്പന്നം എക്സ്പ്രസ് വാറന്റിയുമായി പൊരുത്തപ്പെടുന്നില്ല. ആൻസർ എല്ലാം. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണത്തിൽ വൈകല്യം ഉണ്ടെങ്കിലോ രൂപകൽപ്പനയിൽ പിഴവുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പാലിക്കേണ്ട നിർമ്മാണ സവിശേഷതകൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഉൽപ്പന്നത്തിൻ്റെ എക്സ്പ്രസ് വാറന്റിയുമായി പൊരുത്തപ്പെടുന്നിട്ടില്ലെങ്കിലോ ഉൽപ്പന്ന ബാധ്യത പ്രവർത്തനങ്ങളിൽ ഒരു നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും. അയാൾക്കെതിരെ സ്യൂ ചെയ്താൽ അയാൾ അതിൽ ആൻസർ പറയാൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാവും. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, മുഹമ്മദ് സായുള്ള എന്നിവർ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ. 368 ഭേദഗതി ചെയ്യാൻ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. 2022 റിപ്പോർട്ട് പ്രകാരം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി ആയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കയ്ക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയമാണ് നൽകിയിട്ടുള്ളത്? 48 മണിക്കൂർ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുവാനുള്ള യോഗ്യത സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചോ ആയ സുപ്രീം കോടതി ജഡ്ജി. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിംഗ് സുപ്രീം കോടതി ജഡ്ജി. ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതി ജഡ്ജി. ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് കൂടിയാട്ടം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലി. രാമകഥാപാട്ടിന്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. രാമകഥാപാട്ട് അയ്യപ്പിള്ളി ആശാൻ. തീക്കടൽ കടഞ്ഞൊരു തിരുമധുരം എന്ന നോവലിന്റെ ജീവചരിത്രം ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവിയാര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലിന്റെ ജീവകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി തുഞ്ചത്ത് എഴുത്തച്ഛൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് അയ്യങ്കാളി. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കുസാറ്റ്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കെലിയൻ എംബാപ്പ. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ. ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത് കമ്പൈലർ. താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇന്റലിജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? റൂട്ടർ. ഇന്റലിജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് റൂട്ടർ. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫോണ്ടിയോ HPE Cray EX 235A. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ബിങ്. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട് SSDയുടെ പൂർണ്ണ രൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് നരേന്ദ്ര സിംഗ് കപാനി. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ആസ്ട്രോസാറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്? ആണവോർജ്ജം. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, ഡെറാഡൂൺ. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് സെന്റൻസ്. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്! എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ദി ഡ്രൈവർ in that bus looks like your brother. Did Alan get the job he applied for? Use the appropriate question tag.
She has never seen him, has she? She had met him before you introduced them. Rose is the most beautiful flower is an example of superlative degree of comparison. Choose the correct preposition. Amit waited for her at the entrance. The baby doesn't want to drink milk. She wants to sleep instead. Correct the following sentence. The old woman has slept for 12 hours last night. The old woman slept for 12 hours last night. The tank has a little water but not enough to water the plants in the garden. Which of the following word is the antonym of the word mad? Say. The phrasal verb beef up means to make something bigger. Choose the suitable collective noun. A school of fish. Encyclopedia. E N C Y C L O P A E D I A. E N C Y C L O P A E D I A. Idiom go on a wild goose chase means to do something pointless. Ad hoc means for a specific purpose. Ad hoc for a specific purpose. Go on a wild goose chase to do something pointless. Study of mountains, orology. Find the word that best fits into the blank space. And draws a sum of 500 out of the bank every weekend. നദിയുടെ പര്യായം തടിനി. നദിയുടെ പര്യായം തടിനി. വിപരീതം എഴുതുക. ചഞ്ചലം അചഞ്ചലം. പിരിച്ചെഴുതുക. ഉന്മ. ഉൽ പ്ലസ് മ. ശരിയായ പദം നിശ്ചയം. ഇനൻ സൂര്യൻ. തെറ്റില്ലാത്ത വാക്യം നന്ദി പറയുന്നു. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അധ്വാനത്തിൻ്റെ മഹത്വം. ആസ് ദി സീഡ് സോ ദി പ്രൗഡ്. വിത്തുഗുണം 10 ഗുണം. ചേർത്ത് എഴുതുക. ഇ പ്ലസ് അൾ ഇവൾ. കുളം കോരി നശിപ്പിക്കുക.